നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷയേകി വലിയ മാറ്റത്തിനൊരുങ്ങുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ അടക്കം വാഗ്ദാനം ചെയ്ത് യാത്രക്കാരെ മുഴുവൻ കൊത്തിയെടുക്കാനാണ് വിമാന കമ്പനിയുടെ തീരുമാനം. 15 ദിവസത്തിനകം വലിയ മാറ്റങ്ങൾ യാത്രക്കാർക്ക് കാണാനാകുമെന്നാണ് എയർ ഇന്ത്യ നൽകുന്ന ഉറപ്പ്. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ വിമാനം വൈകൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് MD അലോക് സിംഗ് പറഞ്ഞു. ഗൾഫ് പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി GCC രാജ്യങ്ങളിലായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മുൻഗണന. UAE ആയിരിക്കും ആദ്യ സ്ഥാനമെന്ന് ദുബായിൽ വ്യാപാര പങ്കാളികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയിലേക്കും സർവീസ് വർദ്ധിപ്പിക്കും. നിലവിലുണ്ടായ വിമാനം വൈകൽ, അതുപോലെ സർവീസ് തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. റീഫണ്ട് ഉൾപ്പെടെയുള്ള പ്രശ്ന പരിഹാര നടപടികൾ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. 50ഓളം വിമാനങ്ങൾ മാർച്ച് മാസത്തോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലീറ്റിലെത്തും. ആകെ വിമാനങ്ങളുടെ എണ്ണം 100-ലെത്തിച്ച് റൂട്ടുകൾ പുതുക്കിയും മാറ്റങ്ങൾ വരുത്തിയുമുള്ള നിരന്തര പരിശ്രമങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. മൊത്തം 70 വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിട്ടുള്ളത്. ലയന നടപടികൾ പൂർണ്ണമായും 6 മാസത്തിനകം പൂർത്തിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രാ ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് MDയുടെ പ്രഖ്യാപനങ്ങൾ. നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകളിൽ യാത്രക്കാർ നേരിട്ട പ്രശ്നങ്ങളിൽ അതുപോലെ പ്രയാസങ്ങളിലൊക്കെ നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന് വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയിൽ മാറ്റം വരുത്തുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും എയർ ഏഷ്യയുമായി ലയിക്കുകയും ചെയ്തതോടെ ലോഗോ മാറ്റുന്നതോടൊപ്പം പുതിയ മുഖവുമായിട്ടായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇനി പറക്കുക. അടുത്ത മാർച്ചോടെ 50 പുതിയ വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വാങ്ങുക. ആകെ 70 വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഇതോടെ ആകെ വിമാനങ്ങളുടെ എണ്ണം 100 ആകും. റൂട്ടുകൾ പുതുക്കിയും സർവീസുകൾ മാറ്റിയും നിരന്തരം പരിഷ്കരണ പരിപാടികളാണ് അധികൃതർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിനകം രാജ്യാന്തര സർവീസുകൾ 139 ആയി ഉയർത്തും. നിലവിൽ ഇത് 89 ആണ് ഉള്ളത്. നിലവിലെ 206 ആഭ്യന്തര സർവീസുകൾ 228 ആക്കിയും വർദ്ധിപ്പിക്കും. 14 വിദേശ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത് 17 ആക്കി വർദ്ധിപ്പിക്കും. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് വിവിധ സെക്ടറിലേക്ക് കണക്ഷൻ സർവീസുകളും വർദ്ധിപ്പിക്കും. ഉടനെ തന്നെ 450 പൈലറ്റുമാരെയും 800 ക്യാബിൻ ജീവനക്കാരെയും നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വലിയ മാറ്റങ്ങൾക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുങ്ങുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ പരാതികളൊക്കെ തീർത്തും പരിഹരിച്ചുകൊണ്ടാണ് പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.